നടി നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചതാണ് ഇപ്പോൾ വാർത്ത. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സന്യാസ വേഷത്തിലുള്ള ഒരു പിക്ചർ അഖില സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു. എന്തുകൊണ്ട് അഖില ഇത്തരമൊരു ചിത്രം പങ്കുവച്ചു എന്ന സോഷ്യൽ മീഡിയയുടെ അന്വേഷണം ഇപ്പോൾ അതിന്റെ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. അഭിനവ ബാലാനന്ദ ഭൈരവയുടെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നത്. ജൂന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വര സ്വാമി അവധീശാനന്ദ ഗിരി മഹാരാജിൽ നിന്നും എന്റെ ശിഷ്യയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവ കുറിച്ചത്. അഭിനവ പങ്കുവച്ച ഗുരുവിനൊപ്പമുള്ള ചിത്രത്തിൽ സന്യാസ വേഷത്തിൽ കാവി തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലയും കാണാം. സിനിമാ താരം നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചത് 2019 പ്രയാഗിൽ നടന്ന അർദ്ധകുംഭമേളയിലാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ജുന അഖാഡയിലെ ശ്രീ മഹൻ പരമേശ്വർ ഭാരതിയുടെ ശിഷ്യയായിട്ടായിരുന്നു അവന്തിക സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. CPIMLന്റെ സജീവ പ്രവർത്തകനായിരുന്ന MR പവിത്രനെ കലാമണ്ഡല വിമലാദേവിയുടെ മകളാണ്. പൂർവാശ്രമത്തിൽ അഖില വിമലായിരുന്ന അവന്തിക ഭാരതി. ഭാരതത്തിലെ അഖാഡകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തവുമാണ് ജുന അഖാഡ. ധർമ്മ സംരക്ഷണത്തിനായി ആയുധമെടുക്കുന്ന പാരമ്പര്യമാണ് ജുന അഖാഡയ്ക്കുള്ളത്. 13 അഖാഡകളിലെ ശൈവ പാരമ്പര്യം പിന്തുടരുന്ന 7 അഖാഡകളിലൊന്നാണ് ജുന അഖാഡ. ജുന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധീശാനന്ദ ഗിരി മഹാരാജാണ് ജുന അഖാഡയുടെ ആചാര്യ മഹാമണ്ഡലേശ്വർ. കണ്ണൂർ സ്വദേശിനിയായ അഖില US-ലാണ് തന്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത്. 2021 JNUവിലെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സിൽ നിന്ന് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. 2016 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തമായ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ ഫെലോ ആയിരുന്നു. 2021 ഡിസബിലിറ്റി പെർഫോമൻസിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് തിയേറ്റർ റിസർച്ച് ന്യൂ സ്കോളേഴ്സ് അവാർഡും അഖിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ ചാലക്കുടി സ്വദേശി മുൻ SFI നേതാവുമായിരുന്ന സാധു ആനന്ദവനം സ്വാമികളെ ഈ കുംഭമേളയിൽ ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്തിരുന്നു. കേരളം ആസ്ഥാനമാക്കിയിട്ടുള്ള ആദ്യ മഹാമണ്ഡലേശ്വരാണ് ആനന്ദവനം ഭാരതി. ഈ വാർത്ത ചർച്ചയാവുന്നതിനിടെയാണ് അഖില വിമൽ അവന്തിക ഭാരതിയായ വാർത്തയും പുറത്തുവന്നത്. ഇന്ത്യയിലെ 13 അഖാഡകളിൽ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഒന്നാണ് ജുന അഖാഡ. മഹാനായ ഹിന്ദു തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ മഹാനായ ആദിശങ്കരാചാര്യയാണ് ഇത് സ്ഥാപിച്ചത്. ജുന അഖാഡയുടെ പ്രധാന ലക്ഷ്യം സനാതനധർമ്മം സംരക്ഷിക്കുക, ശക്തവും ജാഗ്രതയുമുള്ള അഖാഡകളിലൂടെയും അഖിലകളിലൂടെയും ഹിന്ദുമതത്തിന്റെ പുരാതന വൈദിക പാരമ്പര്യങ്ങളും ആത്മീയതയും നിലനിർത്തുക എന്നതായിരുന്നു. 8ാം നൂറ്റാണ്ടിലെ ഹിന്ദു തത്വചിന്തകനും പരിഷ്കർത്താവുമായ ആദിശങ്കരാചാര്യരുടെ വിശാലമായ പാരമ്പര്യങ്ങളെ പിന്തുടർന്ന് രൂപം കൊണ്ട ദശനാമി സമ്പ്രദായത്തിന്റെ ശൈവ അഖാഡയാണിത്. ഇത് ദ്വാരക, പുരി, ശൃംഗേരി, ജ്യോതിർമഠം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച 4 മഠങ്ങളുമായി ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഭഗവാൻ ദത്താത്രേയയെ ആരാധിക്കുന്ന വിശ്വാസമാണ്. ഇതിന്റെ വിശുദ്ധ പതാക 52 അടി ഉയരമുള്ളതാണ്. സന്യാസികൾ പരമ്പരാഗതമായി ഉയർത്തിയ 3.6 അടി പതാകയുടെ 14 മടങ്ങ്. ആത്മീയവും സാംസ്കാരികവുമായ നവീകരണത്തിലുള്ള സേവനത്തിന് 2008 ഹിന്ദുയിസം ടുഡേയുടെ ഹിന്ദു നവോത്ഥാന അവാർഡ് നേടിയ ശ്രീ അവധേശാനന്ദഗിരി മഹാരാജാണ് ജുന അഖാഡയുടെ തലവൻ. ജുന അഖാഡയിലെ സാധുമാരെ ഭൂരിഭാഗവും ഹിന്ദുമതത്തിലെ ആദരണീയനായ വ്യക്തിയായ ആദിശങ്കരാചാര്യ ആരംഭിച്ച ഒരു സന്യാസക്രമമായ ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. നിരവധി ഉപഗ്രൂപ്പുകൾ ജുന അഖാഡകൾക്കുണ്ട്. അവരിൽ പ്രമുഖർ നാഗസാധുക്കൾ. അതിന്റെ ആന്തരിക പ്രവർത്തനത്തെക്കുറിച്ച് പരിചയമുള്ളവർ പറയുന്നതനുസരിച്ച് ജുന അഖാഡയ്ക്ക് നന്നായി നിർവചിക്കപ്പെട്ട ഒരു ശ്രേണി ഉണ്ടായിരുന്നു. മുതിർന്ന സാധുക്കൾ അധികാരത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും സ്ഥാനങ്ങൾ വഹിക്കുന്നു. ആസ്ഥാനമായ വാരണാസി, അസ്ത്രധാരി എന്നീ നാഗസാധുക്കളുടെ പാരമ്പര്യം നിലനിർത്തുന്നു. ഈ അഖാഡയിലെ സാധുക്കളുടെ വന്ദനം ഓം നമോ നാരായൺ എന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.